എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക്. ജനാഭിമുഖ കുർബാനയ്ക്ക് കൂടി അംഗീകാരം നൽകാൻ തീരുമാനം. അതിരൂപത കൂരിയെ പിരിച്ചുവിടും. തീരുമാനം സർക്കുലറായി ഉടൻ പുറത്തിറക്കും. ഇന്ന് കരൂരിൽ ചേർന്ന വൈദിക സമിതി യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത്. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏറെ നാളത്തെ തർക്കങ്ങൾക്ക് ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ഒരു ഫോർമുലയാണ് വിമത ബൈബിളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. ഏറെ നാളായി നിലനിന്നിരുന്ന ഒരു തർക്കത്തിനാണ് ഇപ്പോൾ പരിഹാരത്തിലേക്ക് എത്തിയത് എന്ന് വേണം പറയാൻ. നിർണായക തീരുമാനം തന്നെയാണ് വൈദിക സമിതി യോഗത്തിൽ ഉണ്ടായത്. ജനാഭിമുഖ കുർബാനയ്ക്ക് കൂടി അംഗീകാരം നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മേജർ ആർച്ച് ബിഷപ്പ് രാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ, ഒപ്പം ഈ മെത്രാപ്പോലീത്ത വികാരി ജോസഫ് പാബ്ലാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ വൈദിക സമിതി യോഗത്തിൽ നിർണായക തീരുമാനമെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് കൂടി അംഗീകാരം നൽകും. മാത്രമല്ല, ഈ നവവൈദികർക്ക് സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നീക്കി നവവൈദികർക്ക് ജനാഭിമുഖ കുർബാന കൂടി അർപ്പിക്കാനുള്ള അനുവാദം കൂടി നൽകുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ ഏറെ തർക്കങ്ങൾക്കും അല്ലെങ്കിൽ ഏറെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ കൂരിയെ പിരിച്ചുവിടാനുള്ള നിർണായക തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. നിലവിലുള്ള കൂരിയെ പിരിച്ചുവിടുകയും പുതിയ കൂരിയെ നിയമിക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ പിരിച്ചുവിടുന്ന കൂരിയെ മറ്റ് സഭയുടെ സ്ഥാപനങ്ങളിൽ തന്നെ ആയിരിക്കും നിയമിക്കുക, മറ്റ് ഇടവകളിലേക്ക് നിയമിക്കില്ല എന്നുകൂടി അറിയുന്നുണ്ട്. മാത്രമല്ല, ഏകീകൃത കുർബാന മാത്രം നടപ്പാക്കുന്ന ഇടവകകളിൽ ജനാഭിമുഖ കുർബാന കൂടി നടപ്പാക്കാനുള്ള തീരുമാനവും വന്നിരിക്കുന്നു. മാത്രമല്ല, കാലങ്ങളായി അല്ലെങ്കിൽ സിനഡ് കുർബാന അല്ലെങ്കിൽ ജനാഭിമുഖ കുർബാന നടത്തുന്ന ഇടവകകളിൽ ഏകീകൃത കുർബാന കൂടി ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത കുർബാനയായി നടത്താനുമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 3 മുതലായിരിക്കും ഇത് നിലവിൽ വരിക. മാത്രമല്ല, ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സർക്കുലർ ജൂലൈ 29 പള്ളികളിൽ വായിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിനാണ് സമവായമായിരിക്കുന്നത്. വാർത്തയോട് വിവരങ്ങൾ നൽകുകയായിരുന്നു ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന്.